ടെൽ മി സ്റ്റോറി. ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അബഡീൻ എന്ന് പറയുന്ന സിറ്റിനെ പറ്റിയാണ്. ഇത് സ്കോട്ട്ലൻഡിലെ നോർത്ത് പാർട്ടിലാട്ടോ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ അബഡിയിലോട്ട് പറഞ്ഞതിന് മുന്നേ ആദ്യം ഒരു 2 വർഷത്തോളം ഗ്ലാസ്ഗോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജോബിന്റെ കാര്യത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു, അബഡീനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അബഡീൻ ഒത്തിരി തണുപ്പുള്ള സ്ഥലമാട്ടോ എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് വരണേക്കാളും മുമ്പ് കുറച്ച് പേടിയുണ്ടായിരുന്നു, എങ്ങനെയാണ് തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ. പക്ഷേ ഗ്ലാസ്ഗോനെ എഡിൻബറയൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തണുപ്പിന് വലിയ ഡിഫറൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ലണ്ടനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ സ്വന്തം സിറ്റി പോലെ ആയി കഴിഞ്ഞത്. ഇവിടെ ഞങ്ങൾക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് അബഡീൻ ഞങ്ങളുടെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. ഈ അബഡീൻ സിറ്റിയിൽ തന്നെ ഏകദേശം 150-200ഓളം മലയാളി ഫാമിലീസ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഏകദേശം അടുത്തടുത്ത് നമുക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സഹായത്തിനും ഇവിടുത്തെ ആൾക്കാർ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ. എന്നാൽ പോലും എന്ത് സഹായത്തിനും നമ്മുടെ മലയാളി ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് ആഘോഷങ്ങളായാലും ഓണായാലും ക്രിസ്മസ് ആയാലും ഇങ്ങനെ അസോസിയേഷൻ്റെ രീതിയിലായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സ് തമ്മിലൊരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം നന്നായിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് നാട് അധികം അത്രയും മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഈ വർഷം സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് പിന്നെ ലോകത്തിൽ എങ്ങും തന്നെ ഉണ്ടായിട്ടില്ലല്ലോ, കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അബഡീന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സ്കോട്ട്ലൻഡിലെ തന്നെ 3rd ലാർജസ്റ്റ് സിറ്റിയാണിത്. ഇത് നോർത്ത് ഈസ്റ്റിയോട് ചേർന്നിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബഡീന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓയിൽ ഇൻഡസ്ട്രിയും ഫിഷിങ്ങും ആണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ UK വൺ ഓഫ് ദ വെൽത്തിയസ്റ്റും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ് അബഡീൻ. ഇനി നമുക്ക് അബഡീൻ സിറ്റിയുടെ വീഡിയോയിലോട്ട് പോകാം. അബഡീൻ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം ഇവിടുത്തെ മെജോറിറ്റി ബിൽഡിങ്സും ഒരു ഗ്രേ കളറിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് 90% ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഗ്രാനൈറ്റും കൊണ്ടാണ്. ഈ ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ക്വാറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വേൾഡ് ഓവർ ഫേമസ് ആയിട്ടുള്ള റുബിസ്ലോ ക്വാറിയും ഈ അബഡീനിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഞങ്ങളപ്പോൾ റുബിസ്ലോ ക്വാറിയിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നായിരുന്നു. പക്ഷേ നിറയെ മരങ്ങളും ബിൽഡിങ്സും ഒക്കെ ആയിട്ട് അത് ഫുള്ളി കവേർഡാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു അക്സസിബിലിറ്റി ഇല്ല. പണ്ട് അത് പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നേ, പക്ഷേ ഇപ്പോൾ എന്തോ സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണമായിരിക്കാം നമുക്ക് പബ്ലിക്കിന് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഈ റുബിസ്ലോ ക്വാറി എന്ന് പറയുന്നത് യൂറോപ്പിൽ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള ക്വാറിയാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാനൈറ്റും കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഗ്രേ കളറും ഗ്രാനൈറ്റ് സിറ്റി എന്നും പറയപ്പെടുന്നത്. നമ്മളപ്പോൾ അബഡീൻ്റെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് വേൾഡ് 2nd ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള അബഡീൻ്റെ മെയിൻ ഐക്കൺ ബിൽഡിംഗ് ആയ മാർഷൽ കോളേജിൽ നിന്ന്. നിൽക്കുന്നത് മാർഷൽ കോളേജിന്റെ ഫ്രണ്ടിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2nd ലാർജസ്റ്റ് ഗ്രാനൈറ്റ് ബിൽഡിംഗ് ഇൻ ദ ഓൾ വേൾഡാണ്. ഇത് 1837 പണിതേക്കുന്ന ബിൽഡിംഗ് ആണ്. പിന്നെ അതിന് കുറേ റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് അക്കാദമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2011 തുടങ്ങിയിട്ട് അബഡീൻ സിറ്റി കൗൺസിൽ ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ കൗൺസിലിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അബഡോണിയൻസ്, അതായത് അബഡി താമസിക്കുന്ന ആൾക്കാർ ഈ മാർഷൽ കോളേജിനെ ഗ്രാനൈറ്റ് സിറ്റിയുടെ മെയിൻ ഐക്കണായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് അബഡിയിലെ മെയിൻ ഷോപ്പിംഗ് സെൻറ്റർ ആയിട്ടുള്ള യൂണിയൻ സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ വലിയ ഷോപ്സ് ആയിട്ടുള്ള നെസ്റ്റേ, ഡെബനാംസ്, പ്രൈമാർക്ക്, എല്ലാ മേജർ ഷോപ്സും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. നമുക്ക് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് നമ്മുടെ ഹാർബറും. അപ്പം ഞാനിപ്പോൾ ഹാർബറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓപ്പൺ ആണോ അല്ലേന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം അങ്ങോട്ടേക്ക്.
നമ്മളിപ്പോൾ ഇവിടെ അബഡീൻ സിറ്റിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മോളിലൊക്കെ വരുമ്പോഴോ ഈ അബഡീൻ ഹാർബർ സിറ്റിനോട് ചേർന്ന് തന്നെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും നിറയെ ഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ കിടക്കുന്നതായിട്ട് കാണാവേ. ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു അത് കാണാനായിട്ട്. ഞാൻ എപ്പോഴും ഓർക്കും കുഞ്ഞിലെ സ്കൂളിൽ നിന്നൊക്കെ ഷിപ്പ് യാർഡിൽ, കൊച്ചി ഷിപ്പ് യാർഡിൽ ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ കപ്പലിൽ കയറാനൊക്കെ എന്താ കൊതിയെന്നറിയോ. ഇപ്പോഴും ആ കൊതിക്കൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ആ കടലിൽ ഇങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ പോയി ഇരിക്കുമ്പോൾ അങ്ങ് ദൂരേക്കൂടെ ഒരു ഷിപ്പ് പോയാൽ പോലും ഇങ്ങനെ നോക്കി നിൽക്കും. അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയല്ലേ. ഹാർബറിലെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ലേ, കാരണം അതിപ്പോൾ ക്ലോസ്ഡ് ആണ്, കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ. അത് ജാനുവരി വരെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റുകൾ കുറേ ഹാർബറിൽ വരാറുള്ള കാരണം അവിടെ ഷിപ്പ് ജേണിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്രൂയിസിനും സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാം ടെമ്പററി ക്ലോസ്ഡ് ആയിട്ട് വെച്ചേക്കുക. ഞാനിപ്പം നിൽക്കുന്നത് അബഡീനിലെ ഹാർബറിൻ്റെ ഭാഗത്തായിട്ടാണ്. ഈ അബഡീൻ സിറ്റി തന്നെയാണ് ഈ ഹാർബർ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് റെയർ ആയിരിക്കും അല്ലേ, കാരണം സിറ്റികളുടെ അടുത്ത് തന്നെയായിട്ട് ഹാർബർ ഉണ്ടാവുമെന്ന് പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഈ അബഡീനിൽ മെയിനായിട്ട് ഓയിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ UK തന്നെ വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് സിറ്റി എന്നാണ് അബഡീൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഓയിൽസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് യൂറോപ്പിൻ്റെ ഓയിൽ ക്യാപിറ്റൽ എന്നും ഈ അബഡീൻ സിറ്റീനെ അറിയപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അടുത്ത് പോകുന്നൊരു സെമിത്തേരിയിലോട്ടാണ്. സെമിത്തേരി എന്ന് പറയുമ്പോൾ നാട്ടിലെ സെമിത്തേരി പോലെയല്ല കേട്ടോ, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെയിൻറ്റ് നിക്കോളാസ് സെമിത്തേരിയുടെ അകത്താണ്. നമ്മൾ നാട്ടിലെ സെമിത്തേരി ഇവിടുത്തെ സെമിത്തേരി എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. ഇത് ശരിക്കും ഒരു സെമിത്തേരിയുടെ ഒരു ഫീലേ ഇല്ല, എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. എന്നാ പറയുക, ഇവിടെ നമുക്ക് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വന്നിരിക്കാനായിട്ട്. ശരിക്കും കാം ആൻഡ് ക്വയറ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ പിള്ളേരും കാര്യങ്ങളൊന്നും വന്ന് അങ്ങനെ കളിക്കുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ, ഒരു പാർക്ക് പോലെയല്ല, ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ, ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ.
ഇത് സിറ്റി തന്നെയാട്ടോ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടൗൺ സെൻറ്ററിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ ആ റൂട്ടിൽ തന്നെ അതിന് തൊട്ട് ചേർന്ന് ടൗൺ സെൻറ്ററിനോട് തൊട്ട് ചേർന്നാണ് ഈ സെമെട്രി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വന്നേക്കുന്ന വിക്ടോറിയ പാർക്കിലാണ്. ഇവിടെ കുറേ നല്ല നല്ല പാർക്കുകളുണ്ട്. വെസ്റ്റ് ബേൺ പാർക്ക്, ഹേസൽ ഹെഡ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. വിക്ടോറിയ പാർക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുള്ള ലൂക്കാച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് കളിക്കാനൊക്കെ ആയിട്ട്. പിള്ളേർക്ക് നന്നായിട്ട് നല്ല രസമാണ്, ഇങ്ങനെ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇതിപ്പോൾ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇപ്പോൾ ഇല പൊഴിയണ സമയമാണ്. മഞ്ഞയും ചുമപ്പും കളറുള്ള ഇലകളൊക്കെ ആയിട്ട് നല്ല ഭംഗി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചില ഇലകളുടെ കളർ ഓൾറെഡി മാറി. ഇനി എന്നാലും ഇനിയിപ്പോൾ ഫുള്ള് മഞ്ഞ കളറാവും. അബഡിയിലെ ഒരു പഴയ കാത്തീഡ്രൽ ആയിട്ടുള്ള സെയിൻറ്റ് മക്കാറിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് 12th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കാത്തീഡ്രലാണ്. ഇപ്പോൾ ഇത് കാത്തീഡ്രലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. മാസത്തിൽ ഒരു കുർബാനയും മറ്റൊക്കെ ഉള്ളൂ. കാരണം ഇതിൻ്റെ അണ്ടറിൽ ഇപ്പോൾ ബിഷപ്പ് ഇരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വിസിറ്റേഴ്സ് ഇവിടെ അബഡിയിൽ വരുവാണെങ്കിൽ കാത്തീഡ്രലൊന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിനകത്തുള്ള അതിൻ്റെ വിൻഡോസ് പണിതേക്കുന്ന സ്റ്റെയിൻലെസ് ഗ്ലാസ് വെച്ചിട്ടൊക്കെ അതൊക്കെ കാണാനായിട്ട് പ്രത്യേക രസമാണ്. പള്ളിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ പണി നടക്കുവാണേ. അതുകൊണ്ട് തന്നെ എല്ലാ രൂപങ്ങളും കാര്യങ്ങളെല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക, ഒരു തുണി വെച്ചിട്ടൊക്കെ മൂടി വെച്ചേക്കുക. ഇത് ഡിസംബർ വരെ പണി കാണുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും നല്ല രസം ഇത് ഇവിടെ കാണാനായിട്ട്. ഞങ്ങൾ ഇതിന് മുന്നേ വന്ന് കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ പള്ളി. 5 മിനിറ്റേ ഉള്ളൂ ആകെ.
ഈ പള്ളിയിൽ വന്നാലുണ്ടല്ലോ ചുറ്റും നോക്കുമ്പോൾ കല്ലറുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് പള്ളിയുടെ ഫ്രണ്ട് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലിടത്തില്ലേ. പക്ഷെ ഇവിടെ ഫുള്ള് കല്ലറുകൾ തന്നെയാണ്. അത് കാണാനായിട്ട് വേറൊരു രസമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കല്ലറുകളായിട്ട് ഈ പള്ളി ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് വിസിറ്റേഴ്സിന് നമുക്ക് ഇത് വന്ന് ഈ ചർച്ച് കാണാനായിട്ട് അലൗഡ് ആട്ടോ. 10 to 4 ആണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം. പിന്നെ ഈ കാത്തീഡ്രൽ അബർഡീൻ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേർ ഇങ്ങനെ ക്ലാസ് വിട്ട് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ കുറേ കയറാറുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിൽ. നമ്മളങ്ങനെ തന്നെയല്ലേ, ഇപ്പം നാട്ടിൽ പള്ളിയും കപ്പേളൊക്കെ അടുത്തുണ്ടെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കപ്പേളയിലും കാര്യങ്ങളൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാം. ഇവരകത്ത് കയറില്ലെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ എല്ലാവരും പുറത്ത് നിന്ന് ഇങ്ങനെ ഇവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുന്നത് കണ്ടു. ഞങ്ങളിപ്പോൾ അബർഡീൻ ഫിഷിംഗ് വില്ലേജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഈ അബർഡീൻ എന്ന് പറയുന്നത് നോർത്ത് സീയുടെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഒന്ന് ഫിഷിങ്ങും പിന്നെ കുറേ പേരൊക്കെ ഓയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഫിഷർമാൻസ് താമസിക്കുന്ന ആ വില്ലേജിൽ കൂടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. കൂടെ നടക്കുമ്പോണ്ടല്ലോ ഈ ഫോർട്ട് കൊച്ചിയിലെ വീടുകളില്ലേ, അതുകൂടെ നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഫീലൊക്കെ ആട്ടോ നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ ആയിട്ട് ചെറിയ സിമിലാരിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. ഈ വില്ലേജ് കടലിനോട് തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലിയൊക്കെ ഫിഷർമാൻ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഓയിലായിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണവരായിരിക്കുള്ളൂ ഇവിടെ താമസിക്കുന്നത്. പിന്നെ കൂടുതൽ ഇവിടെ കൊച്ചു വീടുകളാണ്. നമ്മുടെ അബർഡീൻ സിറ്റിയിൽ കാണുന്ന ബിൽഡിങ്സിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ വീടുകളെല്ലാം കാണാനായിട്ട്. പിന്നെ ഇത് ഈ വീട് കണ്ടോ, അവരുണ്ടാക്കി വെച്ചാൽ ഒരു പ്രത്യേക രസം കാണാൻ. ഈ അവരുടെ കുറേ കലാവിരുദ്ധകൾ ഉണ്ട് അതിനകത്ത്, നോക്കിക്ക്. ഈ വീട് തന്നെ കണ്ട ഒരു കുഞ്ഞു വീട്. നാട്ടിലൊക്കെ അങ്ങനത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ വീടുകളുടെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സ്ട്രക്ചർ കേട്ടോ ഈ ഏരിയയിൽ കാണുന്ന വീടുകളെല്ലാം. ഇവിടുത്തെ വീടുകളുടെ ഓരോ ഫ്രണ്ടിലും ഇവിടുത്തെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീട്ടിൽ കണ്ടോ, അത് എന്താ ഷിപ്പൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആങ്കറും കാര്യങ്ങളൊക്കെ. അബർഡീനിൽ മേജറായിട്ട് 2 യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ കാസിൽസ്, ബീച്ചസ്, ഇവിടുത്തെ വലിയ വലിയ പാർക്കുകൾ, ഇതൊന്നും ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. വീഡിയോ ലെങ്ത് ഒത്തിരി കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പറ്റുവാണെങ്കിൽ അതെല്ലാം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണേ. ഈ ഫിഷിംഗ് വില്ലേജിൽ വന്നപ്പോഴുണ്ടല്ലോ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. നാട്ടിൽ ഫോർട്ട് കൊച്ചിക്കോടെയൊക്കെ നടക്കുന്ന പോലെ ശരിക്കും നാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നിന്ന് നല്ല വെതർ കിട്ടി, കാറ്റും കാര്യങ്ങളും ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് വന്നാലും നല്ല കാറ്റായിരിക്കും, നമുക്ക് പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ടി വരും. പക്ഷേ ഇന്ന് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിരിക്കണം. കാണാൻ പറ്റുമില്ലെന്നൊന്നും അറിയത്തില്ല. എനിവേ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ അബഡിയിലുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. ഇങ്ങനെ നമുക്കിവിടെ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളും കാര്യങ്ങളും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, അബഡിയിൽ നല്ല സ്ഥലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാട്ടോ. വേറെ ആർക്കെങ്കിലും കാണുമ്പോൾ അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.